ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ക്രീമി ആയിട്ടുള്ളൊരു വൈറ്റ് സോസ് ചിക്കൻ പാസ്തയുടെ റെസിപ്പി നോക്കാം കേട്ടോ. നോർമലി എല്ലാവരും ചെയ്യുന്നതിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് ഞാൻ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെലൈക്കൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതെന്താണെന്നറിയാൻ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണേ. അപ്പോൾ അതേ ഞാനൊരു പാനിലേക്ക് ഒരു 4 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എന്ന് പറഞ്ഞാൽ ഒരു അല്പം ഉപ്പും 1 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരിക്കലും വെളിച്ചെണ്ണ ചേർക്കാതിരിക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ അതിലേക്ക് 1 കപ്പ് അളവിൽ പാസ്ത ചേർത്ത് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ ആ പാസ്ത കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഓരോ ടൈപ്പ് പാസ്തയ്ക്കും ഓരോ വേവായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്. ഇതേ ഒരു ടെക്സ്ചറിൽ കിട്ടിയാൽ മതി കേട്ടോ. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ പാസ്ത ചെയ്ത് ഫുള്ളായിട്ട് വരുന്ന ടൈമിൽ ഒരു ടേസ്റ്റും ഇല്ലാണ്ടാവും. അപ്പം ഞാൻ വേറൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 2.5 ടേബിൾ സ്പൂണോ ബട്ടർ ഞാൻ മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദാമാവാണ് കേട്ടോ. 1.5 തൊട്ട് 2 വരെ ചേർക്കാം. അപ്പോൾ ഞാൻ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മൈദാമാവ് കരിഞ്ഞു പോകരുത്. ജസ്റ്റ് അതിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറി ഒരു കളറൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മാറി തുടങ്ങണം. ആ ഒരു ടൈമിൽ ഞാൻ 1 കപ്പ് അളവിൽ പാലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളം ചേർക്കാത്ത പാലാണ്. അത് ഞാൻ കുറച്ചായിട്ട് ചേർത്തിട്ട് ഈ മൈദാമാവ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ബാക്കിയുള്ള പാലും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാസ്തയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് പാലിൻ്റെ അളവും മൈദയുടെ അളവും ഒക്കെ കൂട്ടാം കേട്ടോ. ഇപ്പോൾ ഇത് 1 കപ്പ് അളവിൻ്റെയാണ്. എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1.5 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഒറിഗാനോ ഇടുന്നുണ്ട് കേട്ടോ. ചില്ലി ഫ്ലേക്സ് ഒക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് എരിയായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് കൂടുതൽ ചേർത്തത്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേന് നമ്മുടെ വേവിച്ച് വെച്ച പാസ്ത ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാസ്ത ഞാൻ വെന്ത് കഴിഞ്ഞപ്പോഴത്തേന് ഊറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തണുത്ത വെള്ളത്തിലിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച വെള്ളമല്ല, നമ്മുടെ നോർമൽ വാട്ടറാണ് കേട്ടോ. എന്നിട്ട് ഞാൻ സോസിലേക്ക് ഇട്ടിട്ട് പാസ്ത നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചിക്കനാണ് കേട്ടോ. ചിക്കൻ ഞാൻ കുരുമുളകും ഉപ്പും ചേർത്ത് വേവിച്ചതായിരുന്നു കേട്ടോ. വേവിച്ചത് ഞാൻ ജസ്റ്റ് കൈ കൊണ്ടിട്ട് ഇങ്ങനെ പിച്ചി എടുത്തതാണ്. മിക്സിയിലിട്ട് അടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇത് ഇച്ചിരി ഒന്ന് കടിക്കാൻ കിട്ടട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ചീസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മൊസറല്ല ചീസാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടി മിക്സ് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ ഈ ചീസൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് കിട്ടും. ഇപ്പോൾ കുറച്ച് ഇതിങ്ങനെ തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. തിക്കായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ എനിക്കത് പ്രശ്നമില്ല. കാരണം ഞാൻ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി തന്നെ ഒന്ന് മാറ്റാൻ പോവുകയാണ് കേട്ടോ. അതെന്താണെന്നുള്ളത് ഞാൻ പറയാം. നമ്മൾ ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേവിച്ച അല്പം വെള്ളം, ചിക്കൻ്റെ സ്റ്റോക്ക് എന്നൊക്കെ പറയാം, അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച്. അപ്പോൾ അത് ഇതിലേക്ക് ഞാൻ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി തന്നെ മാറി കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് നല്ല ക്രീമി ആയിട്ട് കിട്ടും കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. ആക്ച്വലി ഞാനിത് ചേർത്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു രുചി വ്യത്യാസം വരുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ കുഞ്ഞിനും ഹസ്ബൻഡിനൊക്കെ കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചിലർക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും, പക്ഷേ ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചിക്കനൊക്കെ കഴിക്കുന്നവർക്കാണ് ഇതൊന്നും പ്രശ്നമല്ലല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വെറുതെ പറയുന്നതല്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. ഇതിപ്പം ചിക്കനൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് വൈറ്റ് സോസ് പാസ്ത ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ചിക്കൻ അങ്ങ് കട്ട് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ.